കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ജനറൽ ബോഡി യോഗം. നിതിൻ തുടരണം. ഇപ്പോൾ നമ്മളോടൊപ്പം നടൻ കൃഷ്ണകുമാർ ചേരുന്നുണ്ട്. കൃഷ്ണകുമാർ എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു സിദ്ദിഖിന്റെ തീരുമാനത്തോട്? അല്ല, അത് സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരാളൊരു പരാതി പറയുന്നു, തെളിവോടുകൂടി വന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നത് സ്വാഗതാർഹമാണ്. പക്ഷെ ഇനിയാണ് അടുത്തൊരു കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലരും രാജിവെക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ശ്രീ രഞ്ജിത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ അദ്ദേഹം രാജിവെക്കും 11 മണിക്ക് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജി കൊണ്ട് അതൊക്കെ നല്ലതാണ്, അവരവർ ചെയ്യുന്നൊരു ഇത്. പക്ഷെ ഇതിന് ശേഷം ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കരുത്. കാരണം രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇവർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വെറുതെ ഉണ്ടാക്കിയ ആരോപണങ്ങളാണോ, അല്ല ഇവർ ഇതിൽ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയി അന്വേഷണം നടത്തി ഇതിനൊരു തീരുമാനത്തിലൂടെ നമ്മൾ എത്തിക്കണം. അതായത് ശിക്ഷ ഉറപ്പാക്കണം. അത് ഇന്ന ആൾക്കാരെന്നുള്ളതല്ല, ചിലപ്പോൾ ഇതിലുള്ള ഈ ആരോപണത്തിൽ പെടുന്നവർ നിരപരാധികളാവാം, അല്ലാത്തവരാവാം. അതാണോ അല്ലേന്നും കൂടി തെളിയിക്കേണ്ടത് ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ അനുസരിച്ചിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിനൊക്കെ എത്തരത്തിൽ നടപടി വരുമെന്നാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രഞ്ജിത്തിന്റെ കാര്യത്തിൽ വളരെ അയഞ്ഞ മട്ടിലൊരു പ്രതികരണം തന്നെയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പരാതി ലഭിച്ചാൽ മാത്രമേ നടപടി എടുക്കൂ എന്നുള്ളത് തന്നെയായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് കൃഷ്ണകുമാർ പ്രതികരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർക്കാരിന് കോട്ടം തട്ടുന്ന സംഭവങ്ങൾ വരുമ്പോൾ അവർ അയയാൻ പാടില്ല. ഇപ്പോൾ പോലും ഇതുവരെയും ആരും കൃത്യമായി ന്യായീകരണങ്ങളല്ലാതെ, അതായത് നിയമ നടപടിയിലോട്ട് പോകാൻ ശുപാർശയില്ല, അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും വേണ്ട. ഇവിടെ മഹിളാ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മറ്റൊക്കെ ഉണ്ട്. അവരൊന്നുമില്ലെങ്കിലും അവർക്ക് സ്വമേധ ഈ നടികൾ ആർക്കാണ് പരാതി, അവരെ നേരിട്ട് കാണാം, നിയമപരമായി നടപടികൾക്ക് അവർക്ക് സഹായിക്കാം, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇതെല്ലാം സർക്കാരിന്റെ കീഴിൽ വരുന്നതാണല്ലോ. പിന്നെ പോലീസ് സംവിധാനമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരിതിന്റെ പുറകെ അലഞ്ഞ് അവർക്കും മടുത്തു പോകുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് സർക്കാർ കൂടെ നിന്ന് ആരാണോ തെറ്റുകാർ, അല്ലാതെ ഒരു തെറ്റുകാരല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ക്ലീൻ ചിട്ട് കൊടുത്ത് വെളിയിൽ കൊണ്ടിരുന്നതും സർക്കാരിന്റെ കടമ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുന്നോട്ട് പോകേണ്ടത് സർക്കാരാണ്. അതെ, തീർച്ചയായും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് കൃത്യമായി അറിയാനുള്ളത്. എന്തായാലും വളരെയധികം നന്ദി കൃഷ്ണകുമാർ. നന്ദി. എന്തായാലും നമുക്കൊരു